നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അമേരിക്ക, ഇസ്രായേൽ ഒരു വശത്തും ഇറാൻ മറുവശത്തും ഉള്ള വെടിനിർത്തൽ വെറും വാക്കുമാത്രം. പശ്ചിമേഷ്യയുടെ മണ്ണിലും ആകാശത്തും ഇപ്പോഴും പുക ഉയരുന്നു. പരസ്പര വിശ്വാസം ചാരമാകുന്നു. കരാറുകൾ കയ്യൊപ്പിടുമ്പോഴും അതിന്റെ ആത്മാവ് യുദ്ധഭൂമിയിൽ മരിച്ചു പോകുന്നു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നു. ഇത് സമാധാനത്തിന്റെ പ്രഖ്യാപനമല്ല, ഇടവേളയെടുത്ത യുദ്ധം മാത്രം. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ചകൾ സമാധാനത്തിനാണോ അല്ലെങ്കിൽ മറവിൽ നടക്കുന്ന ശക്തി പ്രദർശനത്തിനോ? രണ്ട് രാജ്യങ്ങളുമായുള്ള ബന്ധം പരസ്പര വിശ്വാസത്തിന്റെ മേലല്ല, സംശയത്തിന്റെ മേലാണ്. കൈകോർക്കുന്ന നിമിഷത്തിലും കയ്യിൽ കത്തി ഒളിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയം. ചർച്ച തുടങ്ങും മുൻപ് പാക് വിദേശമന്ത്രി ഇസ്രയേൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞതോടെ ചർച്ചയുടെ നിഷ്പക്ഷതയും തുലാസിൽ. വെടിനിർത്തൽ പറഞ്ഞ് ലോകത്തെ വഞ്ചിക്കുമ്പോൾ പിന്നാമ്പുറത്ത് ശക്തികൾ കളിക്കുന്ന നയതന്ത്ര ഗെയിം ലോകക്രമത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. നാളെയാണ് പാകിസ്ഥാനിൽ അമേരിക്ക ഇറാൻ സമാധാന ചർച്ച നടക്കുന്നത്. നിലവിലെ വെടിനിർത്തൽ അത് നീണ്ടുപോകുന്നതിന് ഈ സമാധാന ചർച്ച ഇടയാക്കുമോ? സമാധാന ചർച്ചകൾ കൊണ്ട് ഗുണമുണ്ടാകുമോ? ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാൻ ഇപ്പോഴും ഇറാൻ വിസമ്മതിക്കുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സമാധാന ചർച്ച നാളെ തുടങ്ങുന്നത്. ഈ ചർച്ച കൊണ്ട് ഫലമുണ്ടാകുമോ? ശ്രീ MS വേണുഗോപാൽ, ശ്രീ സജിമോഹൻ ആന്റണി, ശ്രീ ഐസക് ജോൺ എന്നിവരാണ് ചേരുന്നത്. ശ്രീ ഐസക് ജോൺ, എങ്ങനെയാണ് ഗൾഫിലെ ഇപ്പോഴത്തെ അവസ്ഥ? വെടിനിർത്തൽ വന്നതിന് ശേഷം ആഘോഷത്തിലായിരുന്നുവല്ലോ ഗൾഫ് ജനത. ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? ഈ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം തുടരുന്നുണ്ട്. ഹോർമുസിൽ ഇപ്പോഴും പ്രതിസന്ധിയാണ്. നാളെ ചർച്ചയും നടക്കാൻ പോവുകയാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ സീസ് ഫയർ കൊണ്ട് ഇവിടെ ആൾക്കാർക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയമില്ല. പക്ഷേ എങ്കിലും ജനങ്ങൾ ആശങ്കയിലാണ്. ഇവിടുത്തെ പ്രവാസികളും ഇവിടുത്തെ നാഷണൽസും ഇവിടുത്തെ ഭരണാധികാരികളും അതിൽ പലർക്കും ഈ ഒരു സീസ് ഫയർ ഇത്ര പെട്ടെന്ന് ഒരു എബൌട്ട് ടേൺ US ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ അതൃപ്തിയുണ്ട്. കാരണം ഇതിന് ഒരു ഡിസൈസീവ് ആയിട്ടുള്ള എൻഡ് ആയിരുന്നു ഇവിടെയുള്ള ആൾക്കാർ ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു 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 ഭീതിയുടെ നേരിൽ അവർക്ക് വീണ്ടും ജീവിക്കേണ്ടി വരും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ആദ്യം മുതൽ തന്നെ ഈ സീസ് ഫയറിലെ തത്വങ്ങൾ, അതിനുള്ള കണ്ടീഷൻസ് ലംഘിക്കപ്പെട്ടു. അത് ലംഘിച്ചത് ആദ്യമായിട്ട് ആരാണ്? ഇസ്രായേലാണ്. അവർ ഹെസ്ബുള്ളയ്ക്കുള്ള ആക്രമണം അവർ ഒട്ടും നിർത്തിയില്ല. അപ്പം ഹെസ്ബുള്ള ഈസ് ആൾസോ ഈ പാർട്ട് ഓഫ് ദിസ് ഇതാണ് ഈ സീസ് ഫയർ എഗ്രിമെൻ്റ് എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. കാരണം ഹെസ്ബുള്ളയെ ഞങ്ങൾ ഒരു കാലത്തും വിടത്തില്ല, അവർ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ പാർട്ടാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഹെസ്ബുള്ളയെ മാത്രം തിരിഞ്ഞിട്ട് അടിക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് വ്യക്തമായിട്ട് ഇറാൻ പറഞ്ഞു കൊടുത്തു. എങ്കിലും ഇസ്രായേലിന് എങ്ങനെയെങ്കിലും ഈ സീസ് ഫയർ അലങ്കോലപ്പെടുത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ അവർ ട്രംപിൻ്റെയോ ബാക്കിയുള്ളവരുടെ നിർദ്ദേശങ്ങളെ വകവെക്കാതെ അവരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് സീസ് ഫയറിൻ്റെ നിയമങ്ങൾ ലംഘിച്ചത്. ആരാണ്? ഇസ്രായേലാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇവർക്ക് മതിയായ കാരണം കിട്ടി ഇറാന്. കാരണം ഇറാന് ഈ ഒരു സീസ് ഫയർ ഇങ്ങനെ അവസ്ഥ കൊണ്ടുവരാൻ ഇറാന് സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നിർബന്ധിതരാക്കി, US നിർബന്ധിതരാക്കിയെങ്കിൽ അവിടെ ആൾക്കാർ സത്യത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇതുവരെയുള്ള വിജയത്തിൽ നോക്കുകയാണെങ്കിൽ 60% ഇറാൻ വിജയിച്ച് നിൽക്കുകയാണ്. കാരണം അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് ഇറപ്പറബിൾ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ മനോവീര്യത്തെ തകർക്കാൻ, അവരുടെ സ്പിരിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് അവരുടെ ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് ആൻഡ് ആ പേട്രിയോട്ടിസത്തിനെ തകർക്കാനായിട്ട് അമേരിക്ക കഴിഞ്ഞിട്ടില്ല. വെടിനിർത്തലിന്റെ ആ ഒരു സമയം മിനിയാന്നായിരുന്നു. മിനിയാന്ന് മുതലാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിന് ശേഷമായിരുന്നു ഈ ഹോർമുസിലെ ഈ തർക്കം കാരണം. ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടയ്ക്കുന്നു. തുടർന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാകുന്നു. അതിനുശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുവൈറ്റിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. അതുണ്ടായിട്ടുണ്ട് മിനിഞ്ഞാന്ന്. അതായത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ദിവസം തന്നെ അന്നൊരു ഒരു 10 മണിക്കൂറോളം ഇവിടെ ആക്രമണം ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ കാര്യം
ഇറാനിലെ പല സ്ഥലത്തു നിന്നാണല്ലോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ഒരു ഡിഫൻസ് സിസ്റ്റം അല്ല, അല്ലെങ്കിൽ അറ്റാക്ക് സിസ്റ്റം അല്ല. അവർ കുറച്ചുകൂടെ പിന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് അവിടെയൊക്കെ മെസ്സേജ് എത്തിക്കുവാനും അവിടെയൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരാനുള്ള താമസം കൊണ്ടാണ് അത് സംഭവിച്ചത്. അത് നേരത്തെ അവർ പറഞ്ഞിരുന്നു കുറച്ച് അത്. പക്ഷെ ഇന്നലെ വളരെ ശാന്തമായിരുന്നു. എക്സെപ്റ്റ് 1-2 സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും താരതമ്യേന കമ്പാരിറ്റീവ്ലി റിലേറ്റീവ്ലി വളരെ ശാന്തമായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം. പിന്നീട് ഈ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തെ ചെറുത്തുകൊണ്ടാണ് ഇറാന് ഇപ്പോഴും ശക്തമായിട്ട് ഹോർമൂസ് കടലെടുക്ക് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും എന്നുള്ള അവരുടെ പരമപ്രധാനമായിട്ട് കണ്ടീഷൻ അതാണ്. അതിൽ അവർക്ക് വേണ്ട സോവറിനിറ്റി, അതിന് വേണ്ട പവർ, അത് കൺട്രോൾ ചെയ്യാൻ. വെടിനിർത്തലിനോട് GCC രാജ്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. UAE-ൽ അങ്ങനെ ഒരു ആഘോഷം പോലും നടക്കുകയുണ്ടായി എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്താണ് അത്? UAE-ൽ അവർ പ്രതികരിച്ചു. അവരിപ്പോഴും പറയുന്നത് എന്താണ്, അവർ ഇപ്പം ഇവിടെ ഈ വെടിനിർത്തൽ കൊണ്ട് ഉണ്ടാകുന്ന ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഇത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു പുതിയൊരു വഴിത്തിരിവാണ് മഞ്ജുഷ്. അതായത് പുതിയൊരു ലോകക്രമം, ഒരു മൾട്ടിപോളാർ വേൾഡിലേക്ക് അല്ലെങ്കിൽ ഒരു ബൈപോളാർ വേൾഡിലേക്കുള്ള ഒരു പിവോട്ടാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. കാരണം US-ന്റെ ഏകാധിപത്യം, ഡോമിനൻസ് അത് അവസാനിച്ചു എന്നുള്ളതിൻ്റെ സൂചനയും അതിൻ്റെ അതിൻ്റെ അവസാനത്തിൻ്റെ തുടക്കവും കൂടാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ നിൽക്കുന്നത്. കാരണം US-നെ വിശ്വസിച്ച പലർക്കും അലയൻസിനും അവർക്ക് ബീട്രേ ചെയ്ത് പൊട്ട പോലെയുള്ള ഒരു തോന്നലുണ്ടായിട്ടുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. പലരും അസംതൃപ്തരാണ്. എങ്കിലും UAE ഇപ്പോഴും പറയുന്നത് എന്നാണ്, ഞങ്ങൾ അതായത് UAE-ലെ നമ്മുടെ വിദേശകാര്യത്തിൻ്റെ വക്താവ് പറഞ്ഞത്, വി ആർ ഡബിളിംഗ് ഓൺ അവർ കോൺഫിഡൻസ് ഇൻ USA ആൻഡ് വി വിൽ കണ്ടിന്യൂ ടു സ്ട്രെങ്തൻ അവർ റിലേഷൻഷിപ്പ് ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ടുകിടക്കുന്നത് ട്രംപിൻ്റെ പോളിസിയുമാണ്. ട്രംപിൻ്റെ മിസ്അഡ്വഞ്ചറിൻ്റെ ഒരു ലെസൺ അദ്ദേഹം നേരിടാൻ പോയിട്ട്. കാരണം USA-ലെ ട്രംപിനെ അനുകൂലിച്ചവരും ഇതുവരെ അനുകൂലിച്ച റിപ്പബ്ലിക്കൻസിലും ഇതുവരെ എതിർത്തോണ്ടിരുന്നവരും ഒരുമിച്ച് ഒരു ശക്തിയായിട്ട് മാറി. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ ഐസക് ജോൺ. ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ട്രംപിന്റെ പരാജയം എന്ന രീതിയിലാണ്, അത് വെടിനിർത്തലിന് നിർബന്ധിതനാകുന്നു എന്ന രീതിയിലായിരുന്നു മിനിയാന്നത്തെ സംഭവ വികാസങ്ങൾ. പക്ഷേ അതിനുശേഷം ഇറാൻ നിലപാട് കടുപ്പിച്ചതോടെ, ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനെ എതിർത്തുകൊണ്ട് ഇറാൻ നിലപാട് കടുപ്പിച്ചതോടെ വീണ്ടും ലോകക്രമം തകരാറിലാകുമെന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഗുരുതരമായ ഒരു സംഭവമായി മാറിയില്ല. യുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് വീണ്ടും വന്നില്ല. പക്ഷേ എണ്ണ പ്രതിസന്ധിയുടെ ആ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. നാളെ ചർച്ച നടക്കാൻ പോവുകയാണ് പാകിസ്ഥാനിൽ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള. എന്താണ് ഇപ്പോൾ ഈ ചർച്ചയെ താങ്കൾ ഏത് രീതിയിലാണ് കാണുന്നത്? അമേരിക്ക ഇതിൽ എന്തിനും വഴങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും എന്നാണോ? മഞ്ജുഷേ, ഇവിടെ നിന്ന് നോക്കി കാണുമ്പം ഇപ്പം കാണുന്ന ഈ ഒരു പീസ് ട്രീറ്റി എന്ന് പറയുന്നത് ആസ് പാർട്ട് ഓഫ് ദി വാർ സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ 42 ദിവസം കഴിയുമ്പം ക്ലോക്ക് ഈസ് ടിക്കിംഗ്, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. കാരണം US കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെ ഈ യുദ്ധത്തിന് പോയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇനി 18 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അക്കോർഡിംഗ് ടു 1973 വാർ റൂൾ സ്ട്രാറ്റജി പോളിസി അനുസരിച്ചിട്ട് അപ്രൂവൽ ഇല്ലെങ്കിൽ 30 days വിഡ്രോവൽ പീരീഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് ടൈം ഈസ് ടിക്കിംഗ് എന്ന് ഞാൻ പറയാൻ കാരണം 18 ദിവസം എന്നുള്ളത്. ഇനി ഇവിടെ നമ്മൾ സംസാരിക്കുമ്പം 2 കക്ഷികളുണ്ട്. അതായത് ഇറാൻ ഒരു സൈഡിൽ നിൽക്കുവാണെങ്കിൽ ഇസ്രായേലും അമേരിക്കയും മറു സൈഡിൽ നിൽക്കുന്നു. 2 പേർക്കും ചില കാര്യങ്ങളിൽ വിജയങ്ങൾ വന്നിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ പരാജയം വന്നിട്ടുണ്ട്, ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഐസക് സാർ പറഞ്ഞു പോണെങ്കിൽ തന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. 60 ദിവസം കഴിഞ്ഞ് 60 ദിവസം എന്താ പറയുന്നത്, ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും അമേരിക്കയിലെ ഈ വാർ അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ഇതൊരു 55% ഒപ്പോസ് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് അത് 65-67%. ചില ഏരിയകളിലൊക്കെ 90%ഓളം ഈ ഒരു യുദ്ധത്തിന് എതിരായിട്ടാണ് അമേരിക്കൻ ജനതയുടെ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഇത് പറയുന്നത്. അതിനെയൊക്കെ ഊന്നി പറയുന്നതായിരുന്നു ഇതുവരെ നടന്ന ഈ ദിവസങ്ങളിൽ നടന്ന ഇടക്കാല ഇലക്ഷന്റെ റിസൾട്ടുകൾ പോലും അതിന് ഒരു ഉദാഹരണമായിരുന്നു. ട്രംപിന്റെ കോട്ടയായ ജോർജിയയിൽ ഉണ്ടായിരുന്ന ആ ഒരു സീറ്റ് പോലും 35% നിന്ന് വെറും 11% റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ തവണ നിലനിർത്താൻ പറ്റിയത്. ഓർക്കണം, 25% വോട്ടിങ്ങിന് ഒരു കുറവാണ് അവിടെ ഉണ്ടായത്, നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതുവരെ അമേരിക്ക അല്ലെ ഇസ്രായേല് ഒരു ബോംബ് തപ്പിയായിരുന്നെങ്കിൽ പോയിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത്
ഇനി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്രായേലിനും 2 ബോംബ് ഡീൽ ചെയ്യണം. ഒന്ന് ന്യൂക്ലിയർ ബോംബും, രണ്ടാമത്തേത് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്നുള്ളൊരു ബോംബും എന്നുള്ള റിയാലിറ്റി. ബേസിക്കലി ഇതിനു മുമ്പ് അതൊരു നമ്മളൊരു ടോപ്പിക്കായിട്ട് സംസാരിച്ചു എന്നെങ്കിൽ പോലും സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിന് ഇത്രയും പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാളും കൂടുതൽ ഇമ്പാക്ട് ലോകത്തിൽ മൊത്തം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പാർട്ട് ഓഫ് ഇതൊരു വാർ സ്ട്രാറ്റജി ആണെന്ന് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും റീപ്ലനിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് യുദ്ധ സാമഗ്രികൾ. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. അതുപോണെങ്കിൽ തന്നെ ഇറാന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ 250-ലധികം ലീഡേഴ്സ് IRGCയുടെയും ഈ പറഞ്ഞ ഇറാന്റെ മുഖ്യ ഭരണകൂട്ടത്തിലുള്ള ടോപ്പ് Tier 1, Tier 2, Tier 3 വരെ നാമാവശേഷമായി. അപ്പൊ അതൊരു വലിയൊരു സെറ്റ് ബാക്ക് ആണ്. ഇനിയുള്ളത് അവരുടെ മിലിറ്ററി പോലും സെൻട്രലൈസ് നിന്ന് ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ടിട്ട് ഈ ഒരു 3rd ലെയർ അല്ലെ 4th ലെയർ ആണ് ഇപ്പൊ നമ്മൾ എന്താ പറയുക അവരവിടെ ഓപ്പറേറ്റ്. ഇടയ്ക്ക് തോന്നി ഇസ്രായേലും അമേരിക്കയുമായിട്ടും എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഡിഫറൻസ് ഉണ്ടോ, ഡിബേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി. എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ ഒരു 90% അക്യൂറസിൽ പറയുവാണെങ്കിൽ ഇത് അമേരിക്കയുടെ വാർ അല്ല. ട്രംപ് പോലും ഇതിനകത്ത് ഹെസിറ്റന്റ് ചെയ്ത് നിന്ന വാറാണ്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ വിരലിൽ പിടിച്ച് കയ്യിൽ പിടിച്ച് വലിച്ചു ചാടിച്ച് ഇത് അമേരിക്കയുടെ വാറാക്കി മാറ്റിവെച്ചതാണ് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ളൊരു അഭിപ്രായം പറയുന്നത്. അത് ജനതയുടെ മാത്രമല്ല, ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഇൻക്ലൂഡിംഗ് മാഗായുടെ വലിയ സപ്പോർട്ടേഴ്സ് ആയ ഇൻക്ലൂഡിംഗ് ടക്കർ കാൾസൺ, മേഗൻ ഖെല്ലി പോലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള മാഗാ പീപ്പിൾ പോലും ഇന്ന് അൺഇക്വിവക്കലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ട്രംപിന്റെ പേര് എടുത്തു പറഞ്ഞ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ അമേരിക്ക തോറ്റു എന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു യുദ്ധത്തിന് ആരും ജയിക്കുന്നില്ല, എല്ലാവരും തോക്കുന്നുള്ളൂ. അതാണ് ഒരു ഫാക്ട്. ഇറാന്റേതായ ഒത്തിരി നാശനഷ്ടങ്ങളുണ്ട്. ഇനി ഇതിനെ തിരിച്ച് ഒരു പഴയ ഇറാനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെയധികം സമയവും ശേഷിയും ഇമ്പാക്ട് വിടാതെ ഉണ്ടാവാൻ, ഇഫർട്ട്സ് ഇല്ലാതെ ഉണ്ടാവാൻ ആ ഒരു ലെവലിലേക്ക് വരൂല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നാളത്തെ ചർച്ചയെ പോസിറ്റീവായിട്ട് കാണുന്നു എന്ന് JD വാൻസ് പറയുകയുണ്ടായി. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് തിരിച്ചുവല്ലോ. ട്രംപ് കൃത്യമായിട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇറാൻ നല്ല വിശ്വാസത്തിൽ, ശരിയായ വിശ്വാസത്തിലാണ് ഈ ചർച്ചയെ സമീപിക്കുന്നതെങ്കിൽ അതൊരു നെഗോസിയേഷനിലേക്ക് പോകും എന്നുള്ള വിശ്വാസമാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ട്രൂ സ്പിരിറ്റിൽ തന്നെയാണല്ലോ അമേരിക്ക ഇക്കാര്യത്തിൽ യുദ്ധം നിർത്താം എന്നുള്ള കാര്യത്തിൽ, അല്ല ഇറാനേക്കാൾ അമേരിക്കയ്ക്കാണ് ഇത് ആവശ്യം. മഞ്ജുഷ, ആ ഒരു കാര്യത്തിൽ ആദ്യമായിട്ടാണ് ഇറാനുമായിട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ലെവലിലുള്ള ഒരാൾ ചർച്ചയ്ക്ക് പോകുന്നതെന്ന് നോട്ടബിൾ ആണ്. ഈ ഫെബ്രുവരി 26-നും 27-നും ഒക്കെ അവിടെ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ വൈസ് പ്രസിഡന്റ് ലെവലിലോ അല്ലെങ്കിൽ ഒരു ഫോറിൻ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡിഫൻസ് സെക്രട്ടറി ലെവലിലുള്ള ചർച്ചകൾ ആയിരുന്നില്ല എന്ന അവരുടെ എന്താ പറയുന്നത് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരുന്നു അത് പ്രതിദാനം ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇറാൻ ഒരു മിസ്ട്രസ്റ്റ്, ഇറാൻ മാത്രമല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്ട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഉത്തമ ഉദാഹരണമാണ് ഈ യുദ്ധം തന്നെ നമ്മൾ കണ്ടത്. കാരണം ഫെബ്രുവരി 27-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി നമ്മൾ ചാനൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ലോകത്തിൽ ആരും വിചാരിച്ചിരുന്നില്ല 28-ാം തീയതി ഇങ്ങനെ ഒരു യുദ്ധം വരുമെന്നുള്ള കാര്യത്തിൽ. റൈറ്റ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി പോലും ഒരു ദിവസം മുമ്പ് ഇസ്രായേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് ആ ഒരു ബിൽഡ് ചെയ്ത മിസ്ട്രസ്റ്റ് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ഒരു ചർച്ചയ്ക്ക് ഒരു റീസൺസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട് അമേരിക്കയ്ക്ക്. അതോടൊപ്പം ഇന്ന് അമേരിക്കയിൽ വന്ന ഇൻഫ്ലേഷന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടുത്തെ ഇൻഫ്ലേഷൻ 3 ഫോൾഡ് ഹയർ ആയി കമ്പയർഡ് ടു ലാസ്റ്റ് മന്ത്, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള സമയം വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ വളരെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. എനിത്തിങ് ടിക്കിംഗ് അബൌട്ട് 2 ഈസ് എ വെരി ക്രിട്ടിക്കൽ തിങ്. ജോ ബൈഡനെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ തോക്കാൻ തന്നെ ഒരു മെയിൻ കാരണം ഇൻഫ്ലേഷനും ഇവിടുത്തെ ഇമിഗ്രേഷൻ പോളിസികളുമായിരുന്നു. അപ്പം ആ ഒരു ലെവലിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ട്രംപ് ഈസ് അണ്ടർ പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്, നോട്ട് മിലിറ്ററിലി, പക്ഷേ ഇവിടെയുള്ള ലോക്കൽ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം. ഇതിനകത്തൊരു വേറൊരു ആസ്പെക്ട് പറയാതിരിക്കും പറയുക. കാരണം അമേരിക്കൻ അലയൻസ് എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റു ലോകരാഷ്ട്രങ്ങൾ ഇതിനെ എവിടെ നോക്കി കാണുന്നു എന്നുകൂടെ ടച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു യുദ്ധത്തിനകത്ത് അമേരിക്കൻ അലയൻസ് അവർ ഡെസ്പറേറ്റ് ആണ്. മീൻസ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങളും ഈ ഇറാന്റെ ഓയിൽ അല്ലെങ്കിൽ ഇറാന്റെ ഓയിൽ ആ ഒരു ഹോർമസ് കടലിലൂടെ കൂടെ വന്ന 20% ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇൻക്ലൂഡിംഗ് യൂറോപ്യൻ യൂണിയൻസ് ആൻഡ് നാറ്റോ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഓയിലിന്റെ ഒരു സ്ക്വീസിംഗ് ഉണ്ട്, അത് പ്രൈസ് റൈസിംഗ് ഉണ്ട്, ഷോർട്ടേജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വലിയൊരു ഇമ്പാക്ട് അവരുടെ ഇക്കണോമിക്കിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. രണ്ടാമത് വേൾഡിന് അല്ലെങ്കിൽ അമേരിക്കൻ അലയൻസിന് ശ്രീ ഐസക് സാർ പറഞ്ഞതിനെ യോജിക്കുകയാണ്. ഒരു റിയലൈസേഷൻ വന്നു. അമേരിക്കയെ
ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ടൊരു കപ്പാസിറ്റിയിൽ മിലിറ്ററി പോകണം, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട് എന്നും ആ ഒരു ചർച്ചയും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്നാൽ ഇതിനോട് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു, ലോകത്തിന് അമേരിക്കയെ ഇല്ലാതെ, പ്രത്യേകിച്ച് നാറ്റോ സഖ്യകക്ഷികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയെ ഇല്ലാതെ ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും ഇവിടെ നിന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു പരിധി വരെ മീഡിയ ബയസ്ഡ് ആണ്. കാരണം ഇപ്പൊ ഇന്ത്യയുടെ കാര്യം നമ്മൾ പറയാം, ഇന്ത്യ അമേരിക്ക കാര്യങ്ങൾ പറയുവാണെങ്കിൽ 5 മില്യൺ തൊട്ട് 5 to 6 മില്യൺ ആൾക്കാർ ഇന്ത്യൻസ് അമേരിക്കയിലുണ്ട്. എത്രമാത്രം ആൾക്കാർ ഇറാനിലുണ്ട്? 6000 8,000 ആൾക്കാരേ ഉള്ളൂ. എന്തുമാത്രം ബിസിനസ് നമ്മൾ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ചെയ്യുന്നു? 212 ബില്യൺ ചെയ്യുന്നു. എന്തുമാത്രം ബിസിനസ് നമ്മൾ ഇറാനുമായിട്ട് ചെയ്യുന്നു? 2 ബില്യൺ ആയിട്ട് ചെയ്യുന്നു. എന്നാൽ എവിടെയൊക്കെയോ നമ്മൾ പ്രതിദാനം ചെയ്യുമ്പോൾ അല്ലെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പം മീഡിയ അൺറീസണബിളി അമേരിക്കയെതിരെ സംസാരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമോട് ഈ സത്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ഡിപ്പെൻഡൻസി ഒരു രാജ്യത്താണ്, എന്നാൽ നമ്മൾ അൺറീസണബിളി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ അമേരിക്കയുടെ ഈ പോളിസികൾ, ഇപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ല ഏത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അവർ തെറ്റായ മാർഗങ്ങളിൽ പോവുകയാണെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും അമേരിക്കൻ പൗരനുണ്ട്. പൗരൻ എന്നുള്ള നമുക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് മീഡിയയ്ക്കും ഉണ്ട് ചൂണ്ടിക്കാണിക്കേണ്ട കടമ എന്നൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞു വരുമ്പം ഇറാന് ഒരു ദിവ്യ പരിവേഷം കൊടുക്കുകയും എന്നാൽ മറ്റുള്ള എല്ലാവരെയും ഒരു വില്ലൻ റോളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസവും കാണുന്നുണ്ട്. അതും ശരിയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ ഓർക്കണം, എവിടുന്നാണ് ഹിസ്ബുള്ള ഉണ്ടാകുന്നത്, എവിടുന്നാണ് ഹൂദീസ് ഉണ്ടാകുന്നത്, എവിടുന്നാണ് ഹമാസ് ഉണ്ടാകുന്നത്, ഇതിന്റെയൊക്കെ സപ്പോർട്ട് എവിടുന്നാണ് പ്രത്യക്ഷത്തിനും പരോക്ഷത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഈസ് ബിലോങ്സ് ടു ഇറാൻ ഓൺലി. അപ്പൊ അതുകൊണ്ട് ഇറാനും ഇതിനകത്തൊരു പാർട്ടുണ്ട്. അമേരിക്കയുടെ അകത്ത് ഈ പോയതിനകത്ത് എന്തുമാത്രം ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ചർച്ചകൾ ചെയ്യുന്നത് തന്നെ. ഏതായാലും നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് ഒത്തിരിയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, താങ്കൾ നാളത്തെ ചർച്ചയെ എങ്ങനെയാണ് കാണുന്നത്? ഇത് വിജയിക്കുവാൻ പോകുന്ന ഒരു ചർച്ചയാണോ അതോ ഒരു പ്രഹസനമായി അവസാനിക്കുമോ? ഈ ചർച്ചയിൽ 10 കണ്ടീഷനുകൾ ഇറാൻ വച്ചിരിക്കുന്നതിൽ എത്ര എണ്ണം അമേരിക്കയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇസ്രായേലിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ചർച്ച നടത്തിയൊന്നും കാര്യമില്ല. ചർച്ചയിൽ വെച്ചിരിക്കുന്ന കണ്ടീഷനുകൾ, വ്യവസ്ഥകൾ അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കും, പക്ഷേ ഇസ്രായേലിന് കഴിയില്ല. ആ ചർച്ച പിന്നെ എവിടെ എത്താനാണ് പോവുക? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെ ആക്രമിക്കരുതെന്ന് മാത്രമല്ല, സഖ്യകക്ഷികളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയെ, ഹമാസിനെ, ഹൂത്തികളെ ഒന്നും ആക്രമിക്കരുത് എന്നാണ് ഇറാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. അത് എത്രത്തോളം ഇറാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അമേരിക്കയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിൽ വിട്ടുതരണം. ഞങ്ങളത് ഞങ്ങളുടേതായിട്ട് നോക്കും. ഇതിനുള്ള ഇൻ്റർനാഷണൽ സാങ്ഷൻസ് എല്ലാം ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് തരണം. UN-ൻ്റേതായാലും അന്താരാഷ്ട്ര അറ്റോമിക് എനർജിയുടേതായാലും കമ്മീഷൻ്റേതായാലും എല്ലാം ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഹോർമുസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വത്തായിരിക്കും. ഞങ്ങളതിനെ കൺട്രോൾ ചെയ്യുമെന്ന് മാത്രമല്ല, ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ അത് കപ്പം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ കൈവശമാക്കുന്ന ഒരു സമ്പ്രദായം കൂടെ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ അവർക്ക് കൂടുതൽ ബോധ്യമായി അമേരിക്കയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ കുത്തിന് പിടിച്ചതിന് തുല്യമാണ് ഹോർമുസ് കടലിടുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്, അവരെ ശ്വാസം മുട്ടിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൻ്റെ പിടിപാടാണ്. അത് ഇറാൻ പിടിവിടാൻ സാധ്യതയില്ല. അവരത് വെച്ചിട്ടായിരിക്കും എല്ലാ ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ നഷ്ടപരിഹാരം അതൊന്നും വലിയ പ്രശ്നമുള്ളതായിരിക്കില്ല. പക്ഷേ ഈ 3-4 കണ്ടീഷനുകൾ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് GCC രാഷ്ട്രങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. US-ൻ്റെ സൈനിക താവളങ്ങൾ മുഴുവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. 19 താവളങ്ങളും മറ്റുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് മാറ്റണം. ഇത് മാറ്റാൻ GCC രാഷ്ട്രങ്ങൾ സമ്മതിക്കില്ല. കാരണം അവരുടെ സുരക്ഷയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമായിട്ട് വരും. ഒരുപക്ഷേ UAE ഇപ്പോൾ ഇസ്രായേലിനെ കൂടുതൽ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം US നഷ്ടപ്പെട്ടാലും ഇസ്രായേൽ വഴി അത്തരം ഒരു സെക്യൂരിറ്റി ബന്ധം അവിടെ ഉണ്ടാകണം. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ഒരു പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ചർച്ച ഒരിക്കലും പൂർണ്ണമായി വിജയിക്കാൻ പോകുന്നില്ല. കാരണം ഈ കണ്ടീഷനുകളിൽ ഇറാൻ അയവ് വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സഖ്യ ചർച്ച ഫെയിലിയർ ആകാനാണ് സാധ്യത. വിജയിക്കണമെന്ന് കൂടുതൽ താല്പര്യം അമേരിക്കയ്ക്കുമാണ്. ചർച്ച വിജയിച്ചേ പറ്റുള്ളൂ. കാരണം ഇനി 2.5 ആഴ്ച കൂടുതൽ യുദ്ധം മുന്നോട്ട് പോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ട്രംപിന് കഴിയില്ല.
നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അവർക്ക് കോൺഗ്രസിൻ്റേത് അടക്കമുള്ള പെർമിഷനുകൾ ലഭിക്കാത്തിടത്തോളം കാലം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. സാങ്ഷൻ ലഭിക്കാത്തിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഇസ്രയേലിനെ അതിനായിട്ട് അവർ ബലം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ വെടിനിർത്തലിന് വേണ്ടിയിട്ട്, ലെബനിൽ വെടിനിർത്തലിന് വേണ്ടിയിട്ട് നെതന്യാഹുവിനെ വിരട്ടിക്കൊണ്ടിരിക്കുന്നു ട്രംപ്. പക്ഷേ നെതന്യാഹു ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ചർച്ച നടത്താമെന്ന്. അല്ല, ഇറാനിലെ പുതിയ ഭരണകൂടത്തെ പറ്റിയാണ്. പഴയ ഭരണകൂടത്തെക്കാൾ തീവ്രമാണ് എന്നുള്ള രീതിയിലാണ്. അല്ല, അതാണ് ഇറാനെ പേടിപ്പിക്കുന്ന കാര്യം, ഇസ്രായേലിനെ പേടിപ്പിക്കുന്ന കാര്യം. കാരണം ചവിട്ടിയ പാമ്പ് ചില്ലറയല്ല, ഒന്നാന്തരം കരിമൂർഖനെയാണ് ചവിട്ടിയിരിക്കുന്നത്. മുമ്പാണെങ്കിൽ ഒരു അരിയിൽ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു, ഇപ്പോൾ ചവിട്ട് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. പത്തിക്കാണ് ചവിട്ട് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയം ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് ഇസ്രയേലിലായിരിക്കും എന്നുള്ളതിന് അവർക്ക് യാതൊരു സംശയവുമില്ല. ഇതാണ് അവിടുത്തെ ഒരു പ്രതിസന്ധി നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാളത്തെ ചർച്ച പോവുക? പിന്നെ ഈ ചർച്ച പാകിസ്ഥാനിൽ നിന്നൊരു പ്രതികരണം വന്നിട്ടുണ്ടല്ലോ. വിദേശമന്ത്രി പറഞ്ഞത് ഇസ്രായേലിനെതിരെ പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ ആണെന്നാണ്. അങ്ങനെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നിഷ്പക്ഷതയുടെ കാര്യം കൂടി അവിടെ വന്നിട്ടുണ്ട്. അതാണ് പാകിസ്ഥാനെ ഒരിക്കലും ഒരു മീഡിയേറ്ററായിട്ട് ഇവരാരും കണ്ടിട്ടില്ല. പാകിസ്ഥാൻ ഒന്നാന്തരം ഒരു സീസ് ഫയർ ബ്രോക്കർ എന്നാണ് ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ വിളിക്കുന്നത്. ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ഒരു പോസ്റ്റ്മാനാണ്. വെറും പോസ്റ്റ്മാൻ്റെ ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് കൊടുക്കുന്ന കത്ത് അബ്ബാസ് അരകാച്ചിക്ക് കൊടുക്കും, അരകാച്ചി തരുന്ന കത്ത് ട്രംപിന് കൊടുക്കും. ഈ പണിയല്ലാതെ വേറൊന്നും ഇപ്പം പാകിസ്ഥാന് ചെയ്യാനില്ല. പാകിസ്ഥാൻ്റെ റോൾ അത്ര മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മാൻ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു മീഡിയേറ്റർ ആവാനുള്ള യാതൊരുവിധ യോഗ്യതയും പാകിസ്ഥാനില്ല. എന്താണ് യോഗ്യത വേണ്ടത് ഒരു മീഡിയേറ്റർക്ക്? ഒന്നുകിൽ ഈ രണ്ട് കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ താൻ ഇന്നത് ചെയ്തെന്ന് പറയാനുള്ള ഒരു പവർ വേണം. ഇല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം വേണം. ഇത് രണ്ടുമില്ല. പവറും ഇല്ല, സ്നേഹബന്ധവും ഇല്ല. കാരണം ഇസ്രായേലിന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു, പാകിസ്ഥാൻ എന്ന് പറയുന്നത് തീവ്രവാദികളുടെ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് ചർച്ചയിൽ എന്താണ് അർത്ഥമെന്ന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് തിരിച്ച് ക്യാൻസർ എന്ന് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് മധ്യസ്ഥനാവാൻ കഴിയുക? പാകിസ്ഥാൻ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇതിൽ മധ്യസ്ഥനാകാൻ പറ്റുന്നത് ഇന്ത്യക്ക് കഴിയും, റഷ്യക്ക് കഴിയും, പിന്നെ ചൈനയ്ക്ക് കഴിയും, വേണമെങ്കിൽ ബ്രസീലിനും അല്പമെങ്കിലും സാധിച്ചേക്കും. പക്ഷേ അമേരിക്കയുമായിട്ടൊന്നും അത് യോജിച്ച് പോകില്ല. അതുകൊണ്ട് ഇന്ത്യ, ചൈന, റഷ്യ, അതിൽ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുമായിട്ട് എന്തെങ്കിലും വിധത്തിൽ ചർച്ച ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്. പക്ഷേ ഇന്ത്യ ഇതിനകത്ത് ഒരു സ്ട്രാറ്റജിക് സൈലൻസ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഇടപെട്ടാൽ എന്തെങ്കിലും ഒരു പരിക്കേൽക്കാതെ ഇതിൻ്റെ മധ്യസ്ഥതയ്ക്ക് പോയാൽ നമുക്ക് തിരിച്ചു വരാനില്ല. ഒന്നുകിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ശത്രുവാകും, ഇല്ലെങ്കിൽ ഇറാൻ്റെ ശത്രുവാകും, ഇല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളുടെ മുഴുവൻ ശത്രുവാകും. കാരണം ഇതൊരു വല്ലാത്ത വൈതരണിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. ഇതെല്ലാം കൂടെ കുരുക്കഴിച്ച് പരിഹരിക്കുക ബുദ്ധിമുട്ടാണ്. ഇതിലേറ്റവും എളുപ്പമുള്ളത് തൻ്റെ തടി രക്ഷിക്കാനായിട്ട് ട്രംപിന് 2 ആഴ്ച കഴിയുമ്പം പതുക്കെ വിഡ്രോ ചെയ്യുന്നതായിരിക്കും അവസാനം നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. പക്ഷേ അതുകൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. നീണ്ടുപോകുന്ന പ്രശ്നങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് യുദ്ധം ഒരു പരിധിവരെ അവസാനിച്ചാലും സമാധാനം അകലെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ശരി, ശ്രീ ഐസക് ജോൺ, പാകിസ്ഥാനിലെ ചർച്ചയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ MS വേണുഗോപാൽ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഇതിലൊരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കാൻ മാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമല്ല. തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ല റോൾ വഹിക്കാൻ ഉള്ള കെൽപ്പുള്ളത്, ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളതും ഇന്ത്യക്കായിരുന്നു, റഷ്യക്കായാലും ചൈനക്കായാലും. കാരണം ഇന്ത്യ ഇവരെല്ലാവരുമായിട്ട് ഈ പാർട്ടീസ് അറ്റ് സ്റ്റേക്ക് അല്ലെങ്കിൽ ഇതിലുള്ള വാറിംഗ് പാർട്ടീസും എല്ലാമായിട്ടും നല്ല ഒരു ബന്ധമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒരിക്കലും അത്ഭുതകരമായ ഒരു നിസ്സംഗത ഇന്ത്യ കാണിച്ചു. മേ ബി ഇന്ത്യയുടെ മൾട്ടി അലൈൻമെന്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കും. കാരണം എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുക എന്നുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടും. മാത്രമല്ല ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഇതിൽ കൂടി ഉണ്ടാകുന്നത്. കാരണം ഇത്രയും വലിയൊരു ഡയസ്പറയുണ്ട്. ഏകദേശം എത്രയോ മില്യൺസ് ഡയസ്പറ, 10 മില്യണോളം ഡയസ്പറ, 1 കോടിയോട് അടുത്ത ഇന്ത്യൻ പ്രവാസിയുടെ ഉള്ള ഒരു റീജിയനാണ്. ആ റീജിയന്റെ പ്രോഗ്രസ്സിലൊക്കെ ഇന്ത്യക്ക് വലിയൊരു സ്റ്റേക്ക് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഓയില്, വിലക്കയറ്റ്, ഇതെല്ലാം. എന്നിട്ട് പോലും ഇത് കാണിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പലരും അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട്, ഒരു കടങ്കഥയായിട്ട് നിൽക്കുകയാണ്. അതൊരു കാര്യം ആണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു വലിയൊരു ഡിഫൻസ് പാക്ട് ഉണ്ട്. പിന്നെ ഇറാനിൻ്റെ ഒരു വലിയൊരു കോർണർ, ഒരു ഏരിയ ബോർഡർ പാകിസ്ഥാനുമായിട്ടുള്ളതാണ്. ഇപ്പോൾ US ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ വേണമെന്നുണ്ടെങ്കിൽ 2 രീതിയിലൊക്കത്തുള്ളൂ. ഒന്ന്
ഒന്ന് ടർക്കിയിൽ കൂടി കിടക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കൂടി നടക്കാം, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഹോർമൂസ് കടലെടുക്കുകയാണ്. അതിൽ കൂടി വളരെ അസാധ്യമാണ്, ലാൻഡ് ചെയ്യാനായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം പാകിസ്ഥാനെ കുറച്ച് നാളായിട്ട് ട്രംപ് സ്വന്തം ഒരു ഏറ്റവും വലിയ സുഹൃത്തായിട്ട് കൊണ്ട് നടക്കുകയാണ്, ഇന്ത്യയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട്. നമുക്കറിയാം പല കഴിഞ്ഞ കാല സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ളൊരു സ്നേഹം പാകിസ്ഥാനോട് കാണിച്ചു തുടങ്ങി. പാകിസ്ഥാനെ ഇതൊരു ടൂളാക്കുകയാണ് ട്രംപ് ചെയ്തത്. അതേപോലെ തന്നെ അതിനകത്തുള്ള വിശ്വാസയോഗ്യതയെക്കുറിച്ചും ആൾക്കാർ പറയുണ്ടായി. ശരിയാണ്, പാകിസ്ഥാൻ ഒരിക്കലും ഒരു നിഷ്പക്ഷമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു മധ്യസ്ഥനൊന്നുമില്ല, അതിലൊരു കാര്യമില്ല. പാകിസ്ഥാന്റെ വേറൊരു റോളും ഇല്ല. ദേ ആർ പ്രൊവൈഡിങ് ഓർ ഫെസിലിറ്റേറ്റിംഗ് ഒരു പിന്നെന്താണ് ഒരു മീറ്റിംഗ് പോയിന്റ്. ദേ ഹാവ് ടേക്കൺ ദി ഇനിഷ്യേറ്റീവ്. ഈ രണ്ടു കൂട്ടരെയും നേരത്തെ ആരോ പറഞ്ഞ പോലെ പോസ്റ്റ്മാൻ്റെ റോളോ ഒക്കെ കൊടുക്കുകയാണ്. അല്ല, പാകിസ്ഥാൻ ഇതിനകത്ത് വേറൊരു സേവ് ഇല്ല. ഇതിന്റെ ഔട്ട്കമ്മിലോ ഇതിന്റെ ഡിസ്കഷനിലോ പാകിസ്ഥാന് യാതൊരു ഇൻഫ്ലുവൻസ് ചെലുത്താനൊക്കത്തില്ല. പിന്നെ എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാം. പ്രത്യേകിച്ച് ഇതിനകത്ത് വൺ ഓഫ് ദി ബിഗസ്റ്റ് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് സൗദി അറേബ്യയായിട്ട് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ പാകിസ്ഥാനെ ആരും ആ രീതിയിൽ അത്രയും ഒരു മിസ്ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഇതിനകത്ത് വേറെ സേ ഒന്നുമില്ല. അതുകൊണ്ട് ആണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഇതുമൂലം ഈ സീസ് ഫയറിന്റെ ഔട്ട്കമ്മിനെ കുറിച്ചും എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമില്ല. കാരണം ഇറാൻ വെച്ചേക്കുന്ന 10 പോയിന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ 46 വർഷമായിട്ട് അവരനുഭവിച്ചുകൊണ്ടിരുന്ന, അവരെ ഒറ്റപ്പെടുത്തിയത് ഇത്രയും US-ന്റെയും ബാക്കിയുള്ള പാശ്ചാത്യ നാടുകളിൽ നടത്തി അവരുടെ പേരിലുള്ള ട്രേഡ് സാങ്ഷൻസ് ആണ്. അത് മാറ്റുകയും പിന്നെ ഏറ്റവും അവർക്ക് പുതിയൊരു ആയുധം കിട്ടിയ പോലെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് മാത്രമല്ല, വേറെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിനകത്ത്, ആരും കാണാതെ പോകരുത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് 20% കപ്പൽ ഗതാഗതത്തെ മാത്രമേ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് റെഡ് സീയിൽ നിന്ന് അറേബ്യൻ സീയിലേക്ക് വരുന്ന ഒരു ചോക്ക് പോയിന്റ് ഉണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനേക്കാളും നാരോ ആയിട്ടുള്ളൊരു പേരാണ് ബാബൽ മൻഡേറ്റ്. അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അത് കൺട്രോൾ ചെയ്യുന്ന ഇറാന്റെ പ്രോക്സിയായ ഹൂത്തീസാണ്. അപ്പം അവിടെയും കൂടെ പിടിമുറുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് US-ന് കിട്ടിയതുകൊണ്ടാണ് US പെട്ടെന്ന് എബോട്ട് ചെയ്തത്. അത് മാത്രമല്ല, ഇവിടെ ചൈനയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളാരും ആർക്കും അതാരും ഇതുവരെ പുറത്താക്കിയിട്ടില്ല. ചൈന ഒരു അന്ത്യശാസനം കൊടുത്തു, ചൈനയും റഷ്യയും കൂടെ ചേർന്ന്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പല കാര്യങ്ങളും ചെയ്യാനൊക്കും. തൈവാൻ എന്ന് പറഞ്ഞ ഒരു വലിയ അമേരിക്കയുടെ സ്വത്ത് പോലെ സൂക്ഷിക്കുന്ന ഒരു അമൂല്യ നിധി അവിടെ ചൈനയുടെ അടുത്ത് കിടപ്പുണ്ട്. ഏത് നിമിഷം വേണേൽ പിടിച്ചെടുക്കാം. ആ ഒരു സൂചന ചൈന കൊടുത്തുവെന്ന് വിശ്വാസയോഗ്യമായ ചില സ്ട്രാറ്റജിക് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സൂചന കൊടുത്തു. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോകത്തൊരു നീതിയും നിയമവും ഒന്നും ഇല്ലെങ്കിൽ ആർക്കും ആരെയും അടിക്കാമെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു രീതിയിലേക്ക് മാറും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ചൈന കൊടുത്തു, റഷ്യയും കൊടുത്തു. അതിന്റെ പേരിലും കൂടിയാണ് പിന്നെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ സജീവൻ പറഞ്ഞല്ലോ, ട്രംപ് നാട്ടിൽ നേരിടുന്ന ഒരു സിവിൽ സ്ട്രൈഫ്, ഗ്രോയിങ് സ്ട്രൈഫാണ് അത്. അദ്ദേഹത്തിനോട് നിന്ന ആൾക്കാരും റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ബാക്കിയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെല്ലാം ഒരു വലിയൊരു അപ്രൈസിങ് അവിടെ ഉണ്ടാകും. വിലക്കയറ്റത്തിനെതിരെ ഇതുമൂലം ഉണ്ടാകുന്ന വിലക്കയറ്റവും ഇതുമൂലം ട്രഷറിക്ക് ഉണ്ടാകുന്ന ഭീമമായ നഷ്ടവും ഇതെല്ലാം ആൾക്കാർ മനസ്സിലാക്കി. അപ്പം ട്രംപ് ഇപ്പം സത്യത്തിൽ പരാജിതനായിട്ട് നിൽക്കുന്ന ട്രംപാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ പുള്ളി എക്സ്പ്ലേറ്റീവ്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചത്. ഇറാനി എന്തൊക്കെയാണ് വിശേഷിപ്പിച്ചത്, ശരിയാണ്, മോശം ഭാഷയിൽ പോലും വിശേഷിപ്പിക്കുകയുണ്ടായി. ശരി, ശ്രീ സജിമോൻ ആന്റണി, ഇവിടെ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ ഇതാണല്ലോ, വേർഡ്സ് മോസ്റ്റ് പവർഫുൾ റീസെറ്റ്. അതായത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പുനഃക്രമീകരണം അല്ലെങ്കിൽ ശക്തമായ ഇടപെടലോ അങ്ങനെ വിശേഷിപ്പിക്കാമല്ലോ. എന്താണ് ഈ JD വാൻസ് പോയതിന് പിന്നാലെയല്ലേ അദ്ദേഹത്തിന്റെ ഈ പരാമർശം വന്നിരിക്കുന്നത്? മഞ്ജുഷ, ഞാൻ മുമ്പേ പറഞ്ഞ പോണ്ടൊക്കെ തന്നെ ഈ ഒരു ടെമ്പററി പീസ് ട്രീറ്റി ഈസ് പാർട്ട് ഓഫ് ദി വാർ സ്ട്രാറ്റജി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ടൈം ടിക്കിംഗ് ആണ്, 18 ദിവസം ഉള്ളൂ എങ്കിൽ പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കീറാമുട്ടിയായിട്ടുള്ള കണ്ടീഷൻസ് കിടക്കുന്നിടത്തോളം കാലം നാളത്തെ ചർച്ചയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു പേഴ്സണലി. ബട്ട് സ്ട്രാറ്റജിക്കലി നോക്കുമ്പോൾ കാണുന്നില്ല. കാരണം ഈ 18 ദിവസത്തിൽ ഒരു എസ്കലേഷനും പിന്നെ ഒരു ഡി എസ്കലേഷനും അത് പോസിബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ട് കൂട്ടർക്കും, പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷന്, അവർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പീസ് ട്രീറ്റി എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിലിറ്ററി ആസ്പെക്റ്റിൽ, സ്ട്രാറ്റജിക് ആസ്പെക്റ്റിൽ പല കാര്യങ്ങളിലും ഈ ഒരു അസസ്മെന്റ് നടത്തിയിട്ട് വേണം
എസ്കലേറ്റ് ഡി എസ്കലേറ്റ് എന്ന ഒരു സ്ട്രാറ്റജിയിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രഷണൽ അപ്രൂവൽ എന്നൊരു തൽവാർ വലിയൊരു വാള് കിടപ്പുണ്ട് എങ്കിൽ പോലും അതിനേക്കാളും ഒരു എന്താ പറഞ്ഞത്, ഈ ഒരു വേറൊരു രാജ്യത്ത് ഇത്രയും 10,000 മൈലുകൾ അപ്പുറം പോയിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ആൾനാശം വലിയൊരു കാര്യമായിട്ട് വരുന്നില്ല. ഓഫ് കോഴ്സ് 13 സോൾജേഴ്സ് ഇവിടെ നഷ്ടപ്പെട്ടു, അത് വളരെ ഒരു ബിഗ് ഡീലാണ് ഇവിടെ. അപ്പം അങ്ങനെയുള്ള കാഷ്വാലിറ്റീസ് വരാത്തോടത്തോളം കാലം ഇവിടെ വലിയൊരു കമ്പൽഷൻ വരുന്നില്ല. ഇപ്പൊ ഈ കോൺഗ്രഷണൽ അപ്രൂവൽ വേണ്ടി വരുവാണെങ്കിലും അഗെയിൻ മേ ബി ഡിബേറ്റ് ചെയ്ത് ഫൈനലി ഒരു രാജ്യ താല്പര്യം പ്രമാണിച്ച് ചില സമയത്ത് അത് അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വന്നേക്കാം. കാരണം അന്നേരം നമ്മൾ എങ്ങനെയാണ് ഇറാഖിലേക്ക് പോയത്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്, വലിയൊരു പിക്ചർ ഉണ്ടാകും, വലിയൊരു അങ്ങനെ ഒരു പ്രതീതി നടത്തി. ഇല്ലെങ്കിൽ അവർ ഇപ്പോൾ വരും നമ്മളെ അടിക്കുക, ഇപ്പൊ നമ്മൾ ഇവിടെ ബോംബിടും എന്നുള്ളൊരു പ്രതീതി നടത്തി മേ ബി അവർ അപ്രൂവൽ കിട്ടിയേക്കാം. പക്ഷെ എന്നാൽ ആ ഒരു ലോങ് ടൈമിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഗെയിൻ ഇത് എസ്കലേറ്റ് ഡി എസ്കലേറ്റ് എന്നൊരു ഇതിലേക്കാണ് എനിക്ക് തോന്നുന്നത്. കാരണം റീപ്ലനിഷ്മെന്റ് ചെയ്യുക, റീഗ്രൂപ്പ് ചെയ്യുക, റീഅസസ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം എസ്കലേറ്റ് ചെയ്ത് ഡി എസ്കലേറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നത് അസസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഡയറക്റ്റ് അസസ്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കും ജെ ഡി വാൻസിനെ വിടുന്നത്. രണ്ടാമത്തേത് ആ ഒരു സദസ്സിൽ തലവനാണെങ്കിലും അങ്ങനെയുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത് തമാശനാണെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിനെ ഞാൻ നിരാകരണം അപലപിക്കുന്നു ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. ഏതായാലും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ലാംഗ്വേജുകളും ഇങ്ങനെയുള്ള റെട്രിക്കും ഒക്കെ ഒരു പാർട്ട് ഓഫ് ദി അഗെയിൻ വാർ ഓഫ് സ്ട്രാറ്റജി ആയിട്ട് വരും എന്നുകൊണ്ട്. കാരണം വിരട്ടി പേടിപ്പിക്കുക അല്ലെങ്കിൽ ബഹളം വെച്ച് പേടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ട്രംപ് അതിനെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ജുഷ്, ശരി. ഏറ്റവും അവസാനമായിട്ട് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ഇപ്പോൾ എഴുതിയിരിക്കുന്നതാണ്. അല്പം മുമ്പാണ് ട്രൂത്ത് സോഷ്യലിലെ ആ പരാമർശം വന്നിട്ടുള്ളത്. വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ റീസെറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് പോസിറ്റീവായിട്ട് ട്രംപ് കാണുന്നു എന്ന് തന്നെയാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ ഇത് ഇസ്രയേലിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പ്രശ്നമാണ്. ഇസ്രായേലിനെ എങ്ങനെ ഇതിൽ നിന്ന് മുക്തമാക്കും? കാരണം ഈ യുദ്ധം ഇപ്പോൾ അമേരിക്ക ജയിച്ചു എന്ന് പറയുന്നെങ്കിലും ജയിച്ച രീതിയിൽ എന്തെങ്കിലും പറയാൻ അമേരിക്കയ്ക്ക് കാണും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരാജയം മാത്രമാണ് ഇതിലുണ്ടായിട്ടുള്ളതെന്നേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാനായിട്ട് ന്യൂക്ലിയർ ഡിസാർമമെൻറ്റ് നടന്നിട്ടില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നിന്ന ഇറാൻ്റെ ഒരു കൺട്രോൾ, ഏതെങ്കിലും വിധത്തിൽ ഭരണമാറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊരു തങ്ങൾക്ക് കൂടെ സേ ഉള്ള ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം അവർക്ക് നടന്നിട്ടില്ല. പിന്നെ GCC രാഷ്ട്രങ്ങളും അതുപോലെ തന്നെയാണ്. അവർക്ക് ഇനി ഇറാനുമായിട്ടൊരു സൗഹൃദം പെട്ടെന്നുണ്ടാക്കുക അസാധ്യമാണ്. അവരും വളരെ ത്രിശങ്കുവിലാണ് നിൽക്കുന്നത്. ഈ വിധത്തിൽ ഇറാനുമായിട്ട് എങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു പോകാൻ കഴിയും എന്നുള്ളത്. ഇറാനാണെങ്കിൽ യുദ്ധവിജയം അവിടെ ആഘോഷിക്കുകയാണ്. ആർമി അടക്കമുള്ളവർ ടെഹ്റാനിൽ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരിറങ്ങി വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സന്ദർഭത്തിൽ ഈ ഒരു ചർച്ച വിജയിച്ചില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. വിജയിക്കണമെങ്കിൽ ആരെങ്കിലും സറണ്ടർ ചെയ്യണം. താൽക്കാലികമായെങ്കിലും ഇസ്രയേൽ ഹിസ്ബുള്ളയുടെയും മറ്റും പ്രശ്നങ്ങൾ ഒന്ന് കണ്ണടച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള അവകാശം ഇറാന് കൊടുക്കുകയും ഹോർമൂസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു വലിയ പിടിവള്ളിയായിട്ട് ഇറാന് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം അത് ഈ യുദ്ധം നടത്തിയതിൻ്റെ ഫലങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഈ രണ്ട് നേതാക്കളും ഉത്തരം പറയേണ്ടി വരും. ഇതിനേക്കാൾ ഉപരി GCC രാഷ്ട്രങ്ങളിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാക്കാനേ ഇത് ഉപകരിക്കുള്ളൂ. അതുമാത്രമല്ല, ഇനി സൗദിയെ കൂടുതൽ ലക്ഷ്യം വയ്ക്കാനായിട്ട് ഇറാൻ തയ്യാറാവും. സൗദി ഇതിനകത്തൊരു വലിയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിൽ പോലും പാകിസ്ഥാൻ്റെ റോള് അവർ സംശയത്തോടെ കാണുന്നത്. കാരണം സൗദിയുമായിട്ട് സഖ്യം വച്ചിരിക്കുന്ന പാകിസ്ഥാനെ അവർ ഒരു കാരണവശാലും മധ്യസ്ഥനായിട്ട് അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു താവളം, സംസാരിക്കുന്നതിനൊരു താവളം, പിന്നെ കത്തുകൾ കൈമാറുന്നതിനുള്ളൊരു പോസ്റ്റ്മാൻ മാത്രമായിട്ടാണ് പാകിസ്ഥാനെ കണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും ഒരു ചർച്ച വിജയത്തിലെത്തുകയില്ല. വിജയത്തിലെത്തണമെങ്കിൽ ഇസ്രയേലിന് നിർണായകമായ റോളുണ്ട്. ഇസ്രയേൽ ആ റോൾ എടുക്കുക എന്ന് പറയുന്നത് സറണ്ടർ ചെയ്യുക എന്നുള്ളത്. അത് സറണ്ടർ ചെയ്യാൻ നെതന്യാഹു തയ്യാറാകില്ല. കാരണം അദ്ദേഹം ഇത്രയും നാൾ എന്തൊക്കെ സാഹസങ്ങൾ കാണിച്ചോ, രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ചില യുദ്ധങ്ങൾ നടത്തിയോ, അതെല്ലാം തന്നെ അത് വിജയത്തിലെത്തിയില്ലെങ്കിലും ഇനിയൊരു ബുദ്ധിമുട്ട് അടുത്ത കാലത്തെങ്ങും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജനതയോട്, ഇസ്രായേലി ജനതയെ സമീപിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അവസരം ഉണ്ടാക്കാത്തിടത്തോളം കാലം അവർക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല.
ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. അമേരിക്കയ്ക്ക് അതിനേക്കാൾ വലിയ പ്രശ്നം വന്നിരിക്കുന്നത് നാറ്റോ രാഷ്ട്രങ്ങൾ യാതൊരു വിധത്തിലും അമേരിക്കയെ വിശ്വസിക്കാതായിരിക്കുന്നു. ഗ്രീൻലാൻഡിൻ്റെ അടക്കമുള്ള അവരുടെ കൈകടത്തലിനെ കുറിച്ചൊക്കെ വലിയ പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. ഇതുതന്നെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ചൈനയും റഷ്യയും ഒക്കെ ചോദിക്കുന്നത്. ഇങ്ങനെ ആർക്കും ആരെയും ആക്രമിക്കാമെന്നാണെങ്കിൽ പിന്നെ ഈ ലോകത്തിൻ്റെ നിയമം ഞങ്ങളും കയ്യിലെടുക്കും. ചില അത്യാവശ്യ ഇവിടെ ശ്രീ സജിമോഹൻ ആന്റണി ഇപ്പോൾ ട്രംപ് ഈ വാചകമടി മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മാറും. പാകിസ്ഥാനിൽ നിന്ന് JD വാൻസ് വെറും കൈയോടെയാണ് മടങ്ങുന്നതെങ്കിൽ, അതായത് സറണ്ടർ ചെയ്താണ് മടങ്ങുന്നതെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ട്രംപിന് വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ജനപ്രീതി ഇടിഞ്ഞു. ഇത്തരത്തിൽ അപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ ചർച്ച തുടങ്ങുന്നതിന് മുൻപ്. മഞ്ജുഷേ, അമേരിക്കയ്ക്ക് ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഇവിടുത്തെ ഇന്റേണൽ കമ്പൽഷൻ കൊണ്ട് മാത്രമേ ഇതിനകത്ത് നിന്ന് വിഡ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ പോയി ഒരു എഗ്രിമെന്റ് വെക്കുന്നതിനകത്ത് ഒരു ബെനിഫിറ്റ് കാണുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് അവിടെ നല്ലൊരു പ്രഷർ എക്സ്റ്റേണൽ കൊണ്ട് ഇത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇന്റേണൽ പ്രഷർ ഉണ്ടല്ലോ. അത് മാത്രമല്ല, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നെതന്യാഹു ഇതിന് ഒരിക്കലും സമ്മതിക്കാത്ത ഒരവസ്ഥയിലാണ്. ഇത് ഒരു സറണ്ടർ ചെയ്യുക എന്നുള്ള കാര്യം അതും പ്രഷറായിട്ട് തന്നെ ഉണ്ടല്ലോ അമേരിക്കയ്ക്ക് മുകളിൽ. There is another possibility also. America will strike a deal with Iran, then അമേരിക്ക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കുറെ ദിവസം കൂടെ വലിയ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓൾ ഓഫ് എ സഡൻ നിൽക്കാതെ. അതായത് മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് ഈ ഒരു ട്രീറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടായിരുന്നു. ഇത് റിയൽ ആണോ? ഇത് ആരുമായിട്ടാണ് ചർച്ച ചെയ്തത്? എവിടെ ചർച്ച നടന്നു? എന്താണ് ലെജിറ്റിമസി ഉള്ളത്? ലെജിറ്റിമസ് ലീഡേഴ്സുമായിട്ടാണ് സംസാരിക്കുന്നത്? അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. എന്നാലും ആ ഒരു ലെവലിൽ നിന്ന് ഒരു ചെറിയൊരു ലെജിറ്റിമസി ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കാരണം JD വാൻസിനെ പ്ലേസ് ചെയ്തതോടുകൂടി, ഒരു സ്ഥലം കണ്ടുപിടിച്ചതോടുകൂടി ആ ഒരു കാര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പാകിസ്ഥാന് മറ്റ് പാനലിസ്റ്റ് പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പാകിസ്ഥാൻ ഇസ് എ ബഫൂൺ. അവർക്കൊരു മുഖവിലയോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസോ അമേരിക്ക കൊടുക്കുന്നില്ല, ഇസ്രായേൽ കൊടുക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറാനും കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ജസ്റ്റ് റെട്രിക് ചെയ്ത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇന്ത്യയുടെ നിഷ്പക്ഷത അല്ലെങ്കിൽ ഒരു സൈലൻസിനെ പറ്റി ശ്രീ ഐസക് സാർ പറഞ്ഞതിനോട് ഞാൻ യോജിച്ചുകൊണ്ടൊരു കാര്യം പറയുകയാണ്. അതായത് ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ ഇങ്ങനെ 4 രാജ്യങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റോള് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് ഇന്ത്യക്ക് ഉയരാനുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. കാരണം ഇന്ത്യ ഒരു ലോക പ്രതിഭാസമാണ്. ലോകത്തിൽ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒത്തിരിയധികം മിന്നലിരിക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടും നല്ല റിലേഷൻ ഉണ്ട്, ഇസ്രായേലുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. ഹിസ്റ്റോറിക്കലി ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഗോയിങ് ബാക്ക് ഇറാനുമായിട്ടും ഒരു നല്ലൊരു ബന്ധമുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞു ഏകദേശം 6000 പേരോ ഇന്ത്യക്കാർ അവിടെ ഉള്ളൂ. അതല്ലേ 2 ബില്യൺ മാത്രമേ അസറ്റ് അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നുള്ളൂ. എങ്കിൽ പോലും ഒരു കൾച്ചറൽ ഒരു റിലേഷൻഷിപ്പ് ഇന്ത്യയും ഇറാനുമായിട്ടുള്ളത് വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ അർത്ഥങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ലോക ശക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ലോക ഒരു ഫിഗർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എന്നാൽ എന്താണ് അനങ്ങാത്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ റീസൺസ് കാണും. സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ മേ ബി മുമ്പേ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ഇപ്പം മിണ്ടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അവിടെ പോയി അനാവശ്യമായിട്ട് കയറി ഇസ്രായേലിലേക്ക് നിന്ന് അടി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു വെറുപ്പ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഇറാന്റെ വെറുപ്പ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ട്രംപുമായിട്ട് ഓൾറെഡി റിലേഷൻ ഒന്ന് സ്ട്രെയിൻ ആയിട്ടുണ്ട്. അപ്പൊ അതിനെ ഫർദർ സ്ട്രെയിൻ ആവേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ചിന്തയായിരിക്കാം. ഏതായാലും ഇന്ത്യ ഈസ് എമർജിംഗ് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഒരു ലീഡർഷിപ്പ് എടുക്കാൻ പറ്റിയൊരു മൂവ്മെന്റ് ആണെന്നാണ് എനിക്ക് അമേരിക്കയെ ഇതിൽ മധ്യസ്ഥനാക്കിയതിനെ പാകിസ്ഥാനെ ഇതിന് മധ്യസ്ഥരാക്കിയതിനെ അതിനെ അമേരിക്കൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിൽ ട്രംപിനെ വിമർശിക്കുകയാണോ? ട്രംപ് അവിടെ വിമർശനം നേരിടുന്നുണ്ടോ ഈ ഒരു സംഭവത്തിൽ മധ്യസ്ഥനായി പാകിസ്ഥാനെ കൊണ്ടുവന്നതിൽ? പാകിസ്ഥാൻ ഓരോ ക്രെഡിറ്റും ക്രെഡിബിലിറ്റിയും അമേരിക്കൻ ജനതയോ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനോ അമേരിക്കൻ മാധ്യമങ്ങളോ കൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. എന്നാൽ അവർ മുമ്പേ പറഞ്ഞു കൊടുക്കും പോസ്റ്റ്മാന്റെ റോളാണോ, സെക്യൂരിറ്റി റോളാണോ, ഗേറ്റ് കീപ്പർ റോളാണോ എനിക്കറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റോഡിൽ അവർ ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഗെയിൻ ട്രംപ് പറഞ്ഞ് മുമ്പേ ഐസക് സാർ പറഞ്ഞു പോണക്ക് അല്ലെങ്കിൽ ശ്രീ വേണുഗോപാൽ സാർ പറഞ്ഞു പോണക്ക് തന്നെ പാകിസ്ഥാനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കേണ്ടത് അമേരിക്കയുടെ സ്ട്രാറ്റജിക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആവശ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. കാരണം
കാരണം കരമാർഗം ഇറാനിലേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ പാകിസ്ഥാൻ ത്രൂ ആ ഒരു കവാടത്തിലേക്ക് അതിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും അഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. രണ്ടാമത്തേത്, അമേരിക്ക പ്രത്യേകിച്ച് ഒന്ന് റീബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പാകിസ്ഥാന്റെ അവിടെ ഇഷ്ടംപോലെ അമേരിക്കൻ ബേസുകളുണ്ട്, ആർമി ഉണ്ട്, നേവി ഉണ്ട്, എല്ലാ ഡിവിഷൻസും ഉണ്ട് അവിടെ. അപ്പം വളരെ സ്ട്രാറ്റജിക്കലി പ്ലേസ്ഡ് ആണത്. അപ്പം ആ ഒരു രീതിയിൽ കൊണ്ട് മാത്രമായിരിക്കും ജസ്റ്റ് ഓക്കെ പാകിസ്ഥാൻ നടക്കുവാണ് നടന്നോട്ടെ, ഹൂ കേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ നിന്ന് എടുക്കുന്നത്. അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ടസിൽ ഇപ്പോഴും ഉള്ള കാരണം നമ്മൾക്ക് ഇതൊരു വളരെ ഒരു അഭിമാന പ്രശ്നമായിട്ട്, നല്ലൊരു വൈകാരിക പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ഒരു വൈകാരികത, ആ ഒരു അഭിമാന പ്രശ്നം ഇവിടെ അമേരിക്കൻ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ കാണുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഇതോടുകൂടി ഒരു കാര്യത്തോട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, ഒന്ന് റീഎംബസൈസ് ചെയ്യുന്നു. ഇതിനകത്ത് ഒരു വിജയി എന്ന് പറയുന്നത് റഷ്യ മാറി നിന്ന് ആസ്വദിക്കുന്നുണ്ട്. കാരണം റഷ്യക്ക് ഒത്തിരിയധികം ബെനിഫിറ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒന്ന്, അവർ യുക്രൈനുമായിട്ട് ചെയ്യുന്ന അതിക്രമങ്ങൾ തൗസൻഡ്സ് ഓഫ് ആൾക്കാർ ഓരോ ആഴ്ചയല്ല ഓരോ മാസവും മരിക്കുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അത് ഇപ്പം ലോകം ചർച്ച ചെയ്യാതെ പോകുന്നു, നോട്ടീസ് ചെയ്യാതെ പോകുന്നു എന്ന് നമുക്ക് എടുത്തു പറയണം. രണ്ടാമത്, റഷ്യൻ ഇക്കണോമി വളരെയധികം മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും വർഷത്തെ യുദ്ധവും ട്രീറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ, അപ്പൊ ആ ട്രീറ്റികളൊക്കെ അൺലോക്ക് ചെയ്തു. കാരണം ഗ്ലോബൽ ഈ എനർജി ക്രൈസിസിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ആ ട്രീറ്റികളൊക്കെ ഡിസ്ബാൻഡ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് റഷ്യക്ക് ഒരു ഡയറക്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്നു. മൂന്നാമത്തേത്, ഓയിലിന്റെ പ്രൈസ്, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്, ഗ്യാസിന്റെ എനർജിയുടെ പ്രൈസ് ഇതുപോലെ തന്നെ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ അറിയാതെ 60 രൂപയ്ക്ക് വരെ 120, 140, 150 കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. അങ്ങനെ എല്ലാ ആംഗിളിലും ആ ഒരു സൈഡിൽ അവർക്ക് വിജയം ഉണ്ട് എന്നുള്ളത് എനിക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പിന്നെ കമ്മിങ് ബാക്ക് ടു ദ ഒറിജിനൽ പോയിന്റ്, ലോകത്ത് ഒരു റീസെറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല അമേരിക്ക ഇല്ലാതെ ഒരു ലോകക്രമം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയുടെ ആ ഒരു ആധിപത്യം അല്ലെ ഒരു പ്രമാദിത്യം അവിടെ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു ലോകക്രമമേ മുന്നേക്കും ഉണ്ടാകാൻ പോകുന്നുള്ളൂ. കാരണം സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യയും ചൈനയും ഒക്കെ അമേരിക്കയോട് കടപിടിക്കാൻ പാകത്തിനായി എന്നൊരു സൈഡിൽ പറയുമ്പോൾ എന്താണ് റിയാലിറ്റി? 35 ട്രില്യൺ ഇക്കണോമിയോട് 2-3 മില്യൺ അല്ലെങ്കിൽ 10 ട്രില്യൺസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് വലിയൊരു മാർജിൻ അല്ലെങ്കിൽ വ്യത്യാസം കിടപ്പുണ്ട് എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. മുമ്പേ പറഞ്ഞ വേറൊരു കാര്യം ഞാൻ ഒന്നുകൂടെ റീ എൻഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. GCC കൺട്രികളിൽ അമേരിക്ക ഇല്ലാതെ ഇരുന്നുവെങ്കിൽ എവിടെ പോയിരുന്നതിനും, അതായത് അമേരിക്കയുടെ താവളങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇറാൻ അങ്ങോട്ടേക്ക് മിസൈലുകൾ വിടുന്നത് അല്ലെ ആക്രമിക്കുന്നത് നമ്മൾ ഒരു സൈഡിൽ പറയുമ്പോൾ ഓർക്കുക, അവരില്ലായിരുന്നുവെങ്കിൽ GCC കൺട്രികളുടെ സ്ഥിതിഗതികൾ എന്തുമാത്രമായിരുന്നു ഗൾഫ് കൺട്രീസിൻ്റെത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും കൂടെ അമേരിക്കയുമായിട്ടുള്ള സഖ്യം നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ ഒന്നുകൂടെ സ്ട്രോങ് ആക്കേണ്ടത് ഇനിയും അവരുടെ തന്നെ നിലനിൽപ്പിന് ശ്രീ ഐസക് ജോൺ ഈ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. മുമ്പൊരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇറാൻ എന്നുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ഇത് ഒഴിവാക്കണം എന്ന് തന്നെയാണ്. എപ്പോഴും ഡെമോക്രസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ഈ വൈഷമ്യം ഇത് ഒഴിവാക്കണമെന്ന് GCC രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ പിന്നെ ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ഒത്തുപോകാത്തതാണ് ഈ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ്. അതായത് ഇപ്പോഴ് ഇറാന്റെ ശക്തി എന്താണെന്നും അവരുടെ സസ്റ്റെയിനിങ് പവർ എന്താണെന്നും അല്ലെങ്കിൽ സ്റ്റേയിങ് പവർ എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇവിടെയുള്ള GCC രാജ്യങ്ങളിൽ 2-3 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇറാനെ പൂർണ്ണമായിട്ടും ഈ റെജീം ചേഞ്ച് മാറ്റണം, ഇറാന്റെ ശല്യം അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള ഭാവിയിലുള്ള ഭീഷണി അല്ലെങ്കിൽ ഇതേപോലുള്ള അറ്റാക്കുകൾ ഒഴിവാക്കണം, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴ് വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകക്രമത്തിൽ തന്നെ US മാറ്റി നിർത്തിക്കൊണ്ടല്ലേ US ഉണ്ടാവും, വേറെ മൾട്ടിപോളറായിട്ട് മാറും. ഇവിടെ ഈ റീജിയനിൽ ഒരു പുതിയ റീഅലൈൻമെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വന്നത്? ഇവിടെ ഒരു ആക്സിസ് രൂപപ്പെടുകയാണ്. പാകിസ്ഥാൻ, ടർക്കി, ഈജിപ്റ്റ്, അതോടൊപ്പം ചേരാൻ വേറെ ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല 2-3 ഗൾഫ് രാജ്യങ്ങളും തയ്യാറാണ്. അവർ ഇറാനുമായിട്ടും കൂടെ അലൈൻ ചെയ്തുകൊണ്ട് ഒരു ശക്തിയായിട്ട് നിൽക്കുകയും വേറെ കുറച്ച് രാജ്യങ്ങൾ ഇസ്രായേൽ US രാജ്യങ്ങളോട്ട് ആരൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വ്യക്തമാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു റീഅലൈൻമെന്റ് ഇവിടെ ഉണ്ടാവുകയാണ്. GCC എന്ന് പറഞ്ഞ ആ ശക്തി ഉണ്ടല്ലോ. ഇപ്പം ഇന്നലെ ഇവിടുത്തെ UAE വ്യക്താവ് പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമായി. ഞങ്ങളുടെ പ്രോസ്പെരിറ്റി സമയത്ത് ഞങ്ങളോടുള്ള ആൾക്കാരും ഞങ്ങളുടെ കഷ്ടസമയത്ത് ഞങ്ങളോടുള്ള അറബ് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരുന്നു. അതായത് ഇവിടെയുള്ള ആൾക്കാർ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ ഉദ്ദേശിച്ചത് ഈജിപ്തിനെയും അതേപോലെയുള്ള ഇവിടെയുള്ള ചില രാജ്യങ്ങളുമാണ് വേണ്ട രീതിയിലുള്ള ഒരു മോറൽ സപ്പോർട്ടും ബാക്കിയുള്ള രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്തിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഇവിടെ UAEക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞത്, വി വിൽ ഡബിൾ ഡൗൺ ഓൺ അവർ
ഫ്രണ്ട്ഷിപ്പ് ഓർ അവർ ടൈസ് വിത്ത് US എന്ന് പറഞ്ഞത്. കാരണം US അവരെ വിട്ടുപോയിട്ടില്ല. എങ്കിലും അവർ പ്രതീക്ഷിച്ചതിൻ്റെ 10-1 അല്ല പകുതി പോലും കൊടുക്കാൻ US കഴിഞ്ഞിട്ടില്ല. ഇവിടെ ബേസ് കൊടുത്തു, എന്നാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് കൊടുക്കാനുള്ള വെപ്പൺസ് കൊടുത്തു, അതും അറ്റ് വാട്ട് കോസ്റ്റ്. അവിടെ നിന്ന് എല്ലാത്തിനും പൈസ വാങ്ങിയാണ് ട്രംപ് ഇത് കൊടുത്തിട്ടുണ്ട്, ഈ ആയുധങ്ങളും മിസൈൽ ഡിഫൻസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ലോകക്രമം തന്നെ മാറ്റുന്ന ഒരു വാറായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഐസൻ ജോൺ, ഇപ്പോൾ താങ്കൾ മുമ്പൊരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഗൾഫിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നായിട്ട് ഈ യുദ്ധം മാറും, തൊഴിലില്ലായ്മ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ അത് പ്രകടമായിട്ട് തുടങ്ങിയിട്ടുണ്ടോ, അതോ ഇപ്പോൾ ഈ സീസ്ഫയറിന്റെ പശ്ചാത്തലത്തിൽ പഴയ ക്രമത്തിലേക്ക് തിരിച്ചു വന്നോ? ഇല്ല, ഞാനത് നേരത്തെ തന്നെ ആദ്യം തന്നെ സൂചിപ്പിച്ചതാണ്. അത് ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. ഇവിടെ ഇപ്പോഴും അനിശ്ചിതത്വവും ഉത്കണ്ഠയും നിറഞ്ഞൊരു അവസ്ഥയാണ്. ഇത് ഇപ്പോൾ ഈ സീസ്ഫയർ 2 ആഴ്ചത്തിൽ ആൾക്കാർ വെയിറ്റ് ആൻഡ് സീ ആണ്. അപ്പം നേരത്തെ നമ്മൾ പലരും പങ്കിട്ട ഒരു ഒപ്പീനിയൻ തന്നെയാണ് എനിക്കുള്ളത്. ഇതിൽ വലിയ പ്രതീക്ഷ വെച്ച് പറഞ്ഞൊരു കാര്യമില്ല. കാരണം രണ്ടും എക്സ്ട്രീമായിട്ടുള്ള ഒരിക്കലും അംഗീകരിക്കാനാവത്തുള്ള പോയിന്റ്സാണ്, കണ്ടീഷൻസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഒരു സമവായം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള 2 കൂട്ടരുടെ നിലപാട്. എങ്കിലും ഒരുപക്ഷെ ട്രംപ് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ബൈയിങ് ടൈം, അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചോട്ട് വീണ്ടും ഒരു ആക്രമണം നടത്താൻ. ഇപ്പൊ ഇത് പുള്ളിയുടെ സ്റ്റോക്ക് പൈൽസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. 2 കൂട്ടർ ഗൾഫിലും USA-ലും ഇസ്രായേലിലുള്ള സ്റ്റോക്ക് പൈൽസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് റീപ്ലനിഷൻ ഈ സമയം കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അതിനുവേണ്ടിയുള്ള സമയമായിരിക്കാം. അല്ലെങ്കിൽ പുള്ളിയുടെ കുറച്ചുകൂടെ ഫോഴ്സസിനെ കൊണ്ടുവന്ന് ഇവിടെ റീഇൻഫോഴ്സ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഇത് നേരത്തെ 2 പ്രാവശ്യം ഈ പിന്നെ ഒത്തുതീർപ്പിന്റെ ഭാഗത്ത് പറഞ്ഞുകൊണ്ട് ഒമാനിലും പിന്നെ ജനീവയിലും ഒക്കെ വെച്ച് നടത്തിയ ചർച്ചകൾ ഇതിനൊക്കെ ആയിട്ടും ആ സമയത്തും കയറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപിനെ വിശ്വസിക്കാൻ ഒക്കാത്തൊരവസ്ഥയാണ്. അത് ഞാൻ പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പുള്ളിയുടെ ഇറാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ പിന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പുള്ളിയുടെ എക്സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പരാമർശനങ്ങൾ, ഇതൊക്കെ ഒരു സ്റ്റേറ്റ്സ്മാൻ ചേർന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ അമേരിക്കയെ പോലുള്ള വലിയ എല്ലാവരും ഉറ്റുനോക്കി ബഹുമാനിക്കുന്ന രാഷ്ട്രത്തലവൻ ഇങ്ങനെയൊക്കെ പെരുമാറാനും സംസാരിക്കാനും കഴിയുന്നത്. സോറി, ഞാൻ ഈ പറയുന്നതിൽ ഇതാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ വളരെ അനിശ്ചിതാവസ്ഥയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ജോലിക്ക് നിർബന്ധിതമായിട്ട് തീ കൊടുത്ത് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ ജോലിക്ക് പറത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സത്യമാണ്. ഇവിടുത്തെ എല്ലാ സാമ്പത്തിക മേഖലയിലും എല്ലാ രംഗത്തും, ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളായാലും ഹോട്ടൽസ്, ടൂറിസത്തെ ട്രാഫിക് നിശ്ചലമായി. ഇന്ത്യയിലേക്കുള്ള ട്രാഫിക് പോലും ഇല്ലാതായി. കാരണം ഇന്ത്യയിലെ കരിയേഴ്സിന് ഇങ്ങോട്ട് വരാനൊക്കുന്നില്ല. അത് വേറെ വലിയൊരു അനിശ്ചിതാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർന്നു കാണണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ രീതിയിലുള്ള ചർച്ചയും ഈ 2 കൂട്ടരുടെയും ഉള്ള അയയാത്ത സമീപനം, അതായത് ഇത്രയും വലിയ ടഫായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചതും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഈ വരുന്ന ചർച്ചകൾ, ഇന്നാണ് നടക്കാനിരിക്കുന്ന ചർച്ചകൾ, എല്ലാവരും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച്. കാരണം ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഓയിലിൻ്റെ വില ഇന്ന് 110 ആയെങ്കിൽ 100 കവിച്ചിട്ടുണ്ടെങ്കിൽ അത് 150, 200 ആകാൻ, $200 ആകാൻ അധികം സമയം വേണ്ടി വരത്തില്ല എന്ന് പലരും വളരെ സ്റ്റഡീഡായിട്ട് അവർ പ്രവചിച്ചു കഴിഞ്ഞു. അത് വളരെ വലിയ ആഘാതം ഉണ്ടാക്കും. നമ്മുടെ എല്ലാം ജീവിതം മാറ്റിമറിക്കും. ഇന്ത്യയിലും അതിൻ്റെ ആഘാതം ആൾറെഡി ഏറ്റു കഴിഞ്ഞല്ലോ. നമ്മുടെ അവിടെ ഗ്യാസ് കിട്ടാനില്ല, മറ്റ് പ്രശ്നങ്ങൾ, റെസ്റ്റോറൻറ്റ്സ് അടയ്ക്കുന്നു. ഇവിടെ അതേപോലെ തന്നെയാണ്. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 4 മാസം കൂടെ കിട്ടുന്ന ഫുഡ് സ്റ്റെപ്പ് ഉണ്ടാവും, സ്റ്റോക്ക് കാണും. പക്ഷേ എന്നാലും വേറെ ചില കോറിഡോറിൽ കൂടി ഫുഡ് ഇവിടെ എത്തുന്നുണ്ട്. അത് അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ ബാക്കിയുള്ള ബിസിനസ്, കൺസ്ട്രക്ഷൻ മേഖല സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്തംഭിക്കാൻ പോവുകയാണ്. കാരണം ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇല്ലാതെ എങ്ങനെ പറ്റും? അതുപോലെ തന്നെ ഇൻവെസ്റ്റർ കോൺഫിഡൻസിനും വലിയ ക്ഷതമേറ്റിരിക്കുകയാണ്. വളരെ ബിഗ് ഡെന്റ് ഏറ്റിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള ലോകത്തിലെ സമ്പന്നരുടെ പറുദീസയായിക്കൊണ്ടിരുന്ന UAE, ദുബൈ, എത്രയോ ആൾക്കാർ, ബില്യനേഴ്സ്, HN നേവീസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈ നെറ്റ്വർത്ത്, അൾട്രാ ഹൈ നെറ്റ്വർത്ത്. അവരെല്ലാവരും മിക്കവാറും ഉള്ളവരെല്ലാം അവരുടെ പ്രോപ്പർട്ടിയോടെ വെച്ചിട്ട് മിക്കവാറും ഉള്ളവരെല്ലാം പോയി. അഫോർഡ് ചെയ്യാവുന്നവരെല്ലാം പോയി കഴിഞ്ഞു. യൂറോപ്പിലേക്കോ USA-ലേക്കോ സിംഗപ്പൂരിലേക്കോ ഒക്കെ പലരും തിരിച്ചു പോയിട്ടുണ്ട്. ഇന്ത്യയിലേക്കും നമ്മുടെ ഇന്ത്യൻ ബില്യനേഴ്സ് ഇവിടെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം പോയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ ഇവിടെ കണ്ടതുകൊണ്ട് ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാവുന്നതുകൊണ്ടൊക്കെ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ ആരുടെയൊക്കെ ജോലി എപ്പോഴാണ് പോകുന്നറിയാൻ വയ്യ. അത് വളരെ സത്യാവസ്ഥയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള റെമിറ്റൻസ് കേരളത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ വലിയ ആഘാതം ഉണ്ടാവും. റെമിറ്റൻസ് കുറയുകയാണ്. ഇപ്പോഴല്ല ഇമ്മീഡിയറ്റ്, ദർ ഇസ് നോ ഇമ്മീഡിയറ്റ് ഓർ ഷോർട്ട് ടൈം ഇമ്പാക്ട്, ബട്ട് ഇൻ ദ ലോങ് ടൈം
it is going to happen. ശരി ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ശ്രീ ഐസക് ജോൺ ദുബായിൽ നിന്ന് പറഞ്ഞത്. ശ്രീ MS വേണുഗോപാൽ, ഇപ്പോൾ ഈ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ ആക്രമണവും ഉണ്ടാകാറുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ജനീവ ചർച്ചയ്ക്കിടെയാണ് ഇറാനെതിരായ ആക്രമണം നടന്നത്. പാകിസ്ഥാനിൽ നടക്കുമ്പോഴും ചർച്ച നടക്കാൻ ഇരിക്കുന്ന ഈ സമയത്തും ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് ലെബനന്റെ മേൽ. അല്ല, ഇസ്രായേലിന് ആ ആക്രമണം നിർത്താൻ കഴിയില്ല. കാരണം ഹിസ്ബുള്ളയെ തകർക്കാതെ അവർക്ക് സമാധാനം. ഇസ്രായേൽ ഈ ചർച്ചയുടെ ഭാഗമേ അല്ല എന്ന രീതിയിൽ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ ചർച്ച ഞങ്ങൾ നടത്താമെന്ന് അവർ പറയുകയും ചെയ്യും. പിന്നെ ലെബനനുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്താമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഞങ്ങൾ നടത്തുമെന്ന് പറയുകയും അതോടൊപ്പം അടി തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇത് എല്ലാം കാണിക്കുന്നത് നാളത്തെ ചർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തുടർ ചർച്ചയ്ക്കുള്ളൊരു ചർച്ച മാത്രമായിരിക്കും. ഒരുപക്ഷെ ഈ ചർച്ച വിജയിച്ചില്ലെങ്കിൽ ഇനിയും ഓയിൽ പ്രൈസ് അടക്കം വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് ലോകത്തിന് മൊത്തത്തിൽ കൂടുതൽ ഭീഷണിയിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. ഇതൊന്നും കൊണ്ട് അവസാനിക്കാത്ത ചില പ്രശ്നങ്ങളാണ് GCC രാഷ്ട്രങ്ങളിൽ ഒരു വിഭജനം ഉണ്ടാകുക എന്നുള്ളത്. അത് ഇറാൻ്റെ ഒരു ലക്ഷ്യവും കൂടെയാണ്. GCC രാഷ്ട്രങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇറാൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അവിശ്വാസം ഉണ്ടാക്കുകയും ചില പിന്നെ ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് ഇറാൻ്റെ ആഗ്രഹം. ഇറാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അവർ യുദ്ധം പലപ്പോഴും ബുദ്ധി കൊണ്ടാണ് ചെയ്യുന്നത്, അവർ മസിൽ കൊണ്ടല്ല. ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക പോലും അധികവും മസിലാണ് ഉപയോഗിക്കുന്നത്. ആ മസിൽ ഉപയോഗമാണ് അമേരിക്കയ്ക്ക് കുഴപ്പം ചെയ്തത്. വലിയ തന്ത്രങ്ങൾ പയറ്റുന്ന ഇസ്രയേലിനും അതേ അപകടം പറ്റിയിട്ടുണ്ട്. അവരും തങ്ങളുടെ ശക്തി കൊണ്ട് ഒരു രാഷ്ട്രത്തെ കീഴടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശക്തിയേക്കാൾ ബുദ്ധി ചിലപ്പോൾ നമുക്ക് കൂടുതൽ സഹായം ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു സൂത്ര പണിയാണിപ്പം ഇറാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതവർ തുടർന്നുകൊണ്ടിരിക്കും. ഇനിയും അടുത്ത ലക്ഷ്യം, ഇപ്പോൾ ഹോർമോസ് ഒരു പിടി പിടിച്ചു. ഇനി അവരുദ്ദേശിക്കുന്നത് GCC രാഷ്ട്രങ്ങളെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരിലെ ഐക്യം തകർക്കുക. അതോടുകൂടി അവരുദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് കിട്ടും. അവിടെ തന്നെ ഒരു ഗ്രൂപ്പിനെ അവർക്ക് കിട്ടും. ആ ഗ്രൂപ്പിനെ പിടിച്ചുകൊണ്ട് കൂടുതൽ വെല്ലുവിളികൾ ലോകത്തിന് വേണമെങ്കിലും അല്ലെങ്കിൽ US-നും ഇസ്രായേലിനും എതിരെ നടത്താനും ഇറാന് കഴിയും. ആ വിധത്തിലേക്ക് അവരത് മുന്നോട്ട് നീങ്ങും. ഇതിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം US, സൗദി, പാകിസ്ഥാൻ ഈ ഒരു ലൈനിൽ കൂടെ ഒരു കരയുദ്ധത്തിലേക്കുള്ള നീക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കരയുദ്ധമാണ് ഇനി അത് അമേരിക്കൻ പെർമിഷൻ, കോൺഗ്രസിൻ്റെ പെർമിഷൻ കിട്ടി ഒക്കെ വന്നാൽ നടക്കാവുന്നൊരു കാര്യമാണ്. ഇപ്പം അത്തരത്തിലൊരു കാര്യത്തിന് സാധ്യതയില്ല. പക്ഷേ ഈ ഒരു ഭയവും ഇറാനുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു മധ്യസ്ഥനാകുന്നതിന് പൂർണ്ണമായിട്ടും അവർക്ക് വിശ്വാസമില്ലാത്തതും. കാരണം വേണ്ടി വന്ന ചില സന്ദർഭങ്ങളിൽ ഇനി സൗദി, പാകിസ്ഥാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ ഗ്രൂപ്പ് ചിലപ്പോൾ കരയുദ്ധത്തിലേക്ക് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു മധ്യസ്ഥനാണ് ഈ നിൽക്കുന്നത് എന്നുള്ള ഒരു സൂചന അവർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെല്ലാം ബുദ്ധിപൂർവ്വം വളരെ വളരെ മുൻകൂട്ടി കാണുന്ന ആൾക്കാരാണ്. അവർ ഒരു രാഷ്ട്രത്തിനെ സമീപിക്കുമ്പോൾ അവർക്കറിയാം എന്താ. ഇന്ത്യ എന്തുകൊണ്ട് അവർ പിണക്കുന്നില്ല? ഇന്ത്യയെ പിണക്കാത്തതിൻ്റെ ഇന്ത്യ ഇതിലൊന്നും ഇടപെടുന്നില്ല ഇപ്പോൾ. പക്ഷേ എന്നിട്ടും ഇന്ത്യയെ പിണക്കാത്തതിൻ്റെ കാരണം നിർണായക നിമിഷത്തിൽ ഇന്ത്യയായിരിക്കും ഏറ്റവും വലിയ പ്രയോജനപ്പെടുന്ന ആൾ എന്നവർക്കറിയാം. കാരണം ഇന്ത്യക്ക് ഇസ്രായേലുമായുള്ള ബന്ധം അത്ര വലുതാണ്. ആ ബന്ധം പൂർണ്ണമായിട്ടും ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ തങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുമെന്നും ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഇറാൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സുന്നി രാഷ്ട്രങ്ങളെയെല്ലാം ഒതുക്കിക്കൊണ്ട് ഒരു ഷിയ സാമ്രാജ്യം മധ്യേഷ്യയിൽ ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ ഉണ്ട്. അത് ഇപ്പോഴത്തെ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് അവരതായിരിക്കും ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇറാൻ അമേരിക്ക ചർച്ച യുദ്ധം അവസാനിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നവർ 43%, ഇല്ല എന്ന് 52%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.